ഇന്ന് നമുക്കൊരു ബ്രെഡ് ചിക്കൻ റെസിപ്പി നോക്കാം. 1/2 കപ്പ് പാലെടുക്കാം. ഇളം ചൂടുള്ള പാലായിരിക്കണം. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. 2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം മൂടി വെക്കുക. 2.5 കപ്പ് മൈദ എടുക്കുക. മാവിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഒരു കോഴിമുട്ടയും ചേർക്കുക. അതിലേക്ക് പാലിൻ്റെ ഈസ്റ്റിൻ്റെ മിശ്രിതം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴക്കുമ്പോൾ വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടി നേരിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരു പാത്രത്തിൽ ഓയിൽ പുരട്ടി കുഴച്ച് വെച്ച മാവ് അതിൽ വെച്ച് കൊടുക്കുക. ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. മാവ് റെഡി ആകുമ്പോഴത്തേക്കും ചിക്കൻ്റെ കൂട്ടുണ്ടാക്കാം. അതിനെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക. ബട്ടർ മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് 2 സവാള ചെറുതായി കുത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സവാളയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള വരണ്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഒരു ക്രീം രൂപത്തിലാവുമ്പോൾ അതിലേക്ക് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ഏകദേശം 2 കപ്പ് ചിക്കനുണ്ട്. ചിക്കൻ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചപ്പ് ഇട്ട് കൊടുക്കാം. കുഴച്ച് വെച്ച മാവ് ഇവിടെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അതിൽ നിന്നും ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. സ്ക്വയർ ടൈപ്പിൽ പരത്തണം. പരത്തിയെടുത്ത ചപ്പാത്തിയിൽ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുക്കുക. ചിക്കൻ്റെ കൂട്ട് വെച്ച് കൊടുത്തിട്ട് 2 സൈഡും
മടക്കി കൊടുക്കുക. എന്നിട്ട് ഉരുട്ടി കൊടുക്കുക. ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് റോൾ ചെയ്ത് വെച്ച ബ്രെഡ് ചിക്കൻ ട്രേയിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു നനഞ്ഞ തുണി കൊണ്ട് അത് മൂടി വെക്കുക. ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ മാവ് പൊന്തി വരാനാണ്. ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു എഗ്ഗ് എടുത്തിട്ട് അതിൻ്റെ മേലിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. പ്രീഹീറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് ഇറക്കി വെക്കുക. ഒരു മണിക്കൂർ വരെ ടൈം പിടിക്കും ബേക്ക് ചെയ്തെടുക്കുക.